മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലങ്ങൽ വാർഡിൽ UDF-ൽ നിന്നും 9 സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൽ നിന്ന് 7, മുസ്ലിം ലീഗിൽ നിന്ന് 2 പേർ പത്രിക നൽകി. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായില്ല. ഇവിടെ 9 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. അതിൽ 7 പേർ കോൺഗ്രസിൽ നിന്നും 2 പേർ മുസ്ലിം ലീഗിൽ നിന്നുമുള്ളവരാണ്. ഇതുവരെ ഇത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ഒരു തീരുമാനമാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിലവിൽ മുൻ മെമ്പർമാരായിരിക്കുന്ന ലത്തീഫ് കൂട്ട അല്ലെങ്കിൽ KP സക്കീർ എന്നിവരും ഒപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം AK അബ്ദുറഹ്മാൻ, ഒപ്പം തന്നെ KSU പ്രവർത്തകനായിരിക്കുന്ന നാസിം സിദാൻ, കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരിക്കുന്ന ഹമീദ് പാറശ്ശേരി, KK ഇസ്മായിൽ, അബ്ദുൾ റഷീദ് എന്നിവരാണ് പത്രിക നൽകിയ കോൺഗ്രസ്കാർ. ഒപ്പം തന്നെ ലീഗിൽ നിന്നും KY റഹീം, ഒപ്പം തന്നെ ചിങ്ങൻ മുസ്തഫ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ആയി നോമിനേഷൻ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ നിമിഷം വരെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ സ്ഥാനാർത്ഥിയെ ആരെ തീരുമാനിക്കണം എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി DCC നേതൃത്വത്തിൽ ഒരു യോഗവും ചേരുകയും ഒപ്പം തന്നെ വോട്ടെടുപ്പൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിൽ അതും ഒന്നും തന്നെ ഫലം കാണാതെ വന്നതോടു കൂടിയാണ് ഇത്തരം ഒരു കൂട്ടമായി ഒരു പത്രിക നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച വാർഡുകളിൽ ഒന്നായിരുന്നു കൂട്ടാലങ്ങൽ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.